ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ജനുവരി 16 വെള്ളിയാഴ്ചയാണ്. അങ്ങനെ നമ്മൾ കാത്തിരുന്ന ദിവസം ഇതാ വന്നെത്തിയിരിക്കുകയാണ്. ഇന്ന് ടുട്ടുമോൻ്റെ 3ാമത്തെ പിറന്നാളാണ് കേട്ടോ. എത്ര പെട്ടെന്ന് അവന് 3 വയസ്സായെന്ന് വെച്ചാൽ ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടും അത്ഭുതകരമായുള്ള കാര്യമൊക്കെ ആയിട്ടാണ് അതൊക്കെ നമുക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്. രാവിലെ മുതലേ ഉള്ള ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് പിടിക്കണമെന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ ഒന്നും വിചാരിച്ച പോലെ നടന്നില്ല. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. ഞാൻ പോകണ്ടെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഇന്ന് ഞങ്ങളുടെ IT മോഡൽ എക്സാം ആയിരുന്നു. അതുകൊണ്ട് സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം വന്നതിന് ശേഷമാണ് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തത്. ഞാൻ വൈകുന്നേരം വരുമ്പോൾ അമ്മ ഫുൾ ബിസി ആയിരുന്നു, നല്ല തിരക്കിലായിരുന്നു. ഭയങ്കര ഗ്രാൻഡായിട്ടൊന്നുമല്ല, പക്ഷെ നമ്മളൊരു ചെറിയ രീതിയിലുള്ള സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വൈകുന്നേരം വന്നപ്പോഴത്തേനും അമ്മ ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു, അതുപോലെ തന്നെ പായസം വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ കുറച്ച് തിരക്കിലായിരുന്നു. അങ്ങനെ നമ്മൾ വൈകുന്നേരം ഫസ്റ്റ് പായസം ഉണ്ടാക്കി നമ്മുടെ അടുത്തുള്ള വീടുകളിലൊക്കെ നമ്മൾ പായസം കൊണ്ടു കൊടുത്തു. പക്ഷേ അതിൻ്റെ ഒന്നും വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. കാരണം ഈ ഫോണിലായിരുന്നു അച്ഛൻ വീഡിയോ കോൾ ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ അത് നമുക്ക് വീഡിയോസും അതിൻ്റെ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ രാത്രിയിൽ ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേനുമാണ് നമ്മൾ കേക്കും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യാൻ തുടങ്ങിയത്. കേക്ക് മാവുങ്കാലിൽ നിന്നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. മാമനാണ് കൊണ്ടുവന്നത്. റെഡ് വെൽവെറ്റിൻ്റെ കേക്കാണ് കേട്ടോ. ആദ്യമായിട്ടാണ് റെഡ് വെൽവെറ്റിൻ്റെ കേക്ക് കഴിക്കുന്നത്. ടൈം ആയപ്പോഴത്തേനും തന്നെ ടീച്ചറും മാഷും അതുപോലെ തന്നെ കിട്ടമ്മാമനും ഷീജാൻ്റെയും മിന്നൂസും രേഷ്മാൻ്റെയും ലച്ചൂസും ചാരൂസും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും രേഷ്മാൻ്റെയും കൂടിയിട്ടാണ് ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ എഴുതി ഹൈഡ്രജൻ ബലൂണൊക്കെ വീർപ്പിച്ച് ഫുൾ ഡെക്കോറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, ഫുൾ ബിസി ആയിരുന്നു. എങ്കിലും നമ്മൾ ആ സെലിബ്രേറ്റ് ചെയ്ത് ലാസ്റ്റ് കേക്ക് കട്ടതിന് ശേഷമാണ് നമ്മൾ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടോ. അപ്പോൾ മാമനോട് ഞാൻ പറഞ്ഞു കേക്കും കൊണ്ട് വാ, ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടെന്ന്. മാമ ഫുൾ ആറ്റിറ്റ്യൂഡിനെ ശ്രമിച്ചു, പക്ഷേ കൊളായിപ്പോയി. നമ്മൾ ഇതുവരെയുള്ള എല്ലാ ബർത്ത്ഡേയ്സും കാര്യങ്ങളും നമ്മുടേതായ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ആണെങ്കിലും ടുട്ടുവിൻ്റെ ആണെങ്കിലും എനിക്കിപ്പോൾ 16 വയസ്സാകാൻ പോകണം. അപ്പോൾ ഈ ഒരു 15 വർഷത്തിൻ്റെ ഇടയ്ക്കാണെങ്കിലും ഇപ്പോൾ ടുട്ടുവിൻ്റെ കഴിഞ്ഞ 2 ബർത്ത്ഡേക്കാണെങ്കിലും നമ്മളെല്ലാതും കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യും. പക്ഷേ അതെല്ലാം നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ കോർഡിനേറ്റ് ചെയ്ത് ഫുൾ സെറ്റാക്കി തരാൻ വേണ്ടിയിട്ട് അച്ഛൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്ത് വേണമെങ്കിലും എല്ലാം അപ്പം തന്നെ ചെയ്തിട്ട് നമുക്ക് ഓവർ ടെൻഷൻ്റെ ആവശ്യമൊന്നുമില്ല. ആദ്യമായിട്ടാണ് അച്ഛൻ നാട്ടിലില്ലാതെ നമ്മൾ ഒരാളുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ടുട്ടുവിനെയാണ് കേട്ടോ. അപ്പോൾ ടുട്ടുവിനാണെങ്കിൽ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് പറയാൻ പറ്റുന്ന പോലെ അവനങ്ങനെ പറയാനൊന്നും പറ്റില്ലല്ലോ. പക്ഷേ അവൻ ഇടയ്ക്ക് ഫോൺ വിളിക്കുമ്പോഴൊക്കെ പറയും, അച്ഛൻ വാ, വിമാനത്തിൽ വാ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കും വിഷമം. അച്ഛൻ ക്യാമറയിൽ കൂടെ എല്ലാം നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കേക്കും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തു. ടുട്ടിന് ഒരുപാട് ഗിഫ്റ്റുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും അവന് വണ്ടിയും ഡ്രസ്സൊക്കെ കൊടുക്കുന്ന അറിയുന്നതുകൊണ്ട് തന്നെ ഞാനൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് അവനൊരു കിച്ചൺ സെറ്റായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതവന് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഗിഫ്റ്റ് എല്ലാവരും കൊടുക്കുന്ന വീഡിയോ ഉണ്ടായിരുന്നു, പക്ഷേ ഗിഫ്റ്റൊന്നും അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഒന്നും സെപ്പറേറ്റ് എടുക്കാൻ പറ്റില്ല. കാരണം എല്ലാവരും കൂടിയാണ് അന്ന് തന്നെ രാത്രി തന്നെ അത് അൺബോക്സ് ചെയ്തു. അതുകൊണ്ട് അതിൻ്റെ വീഡിയോ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു. ടുട്ടുമോന് എല്ലാവരും ഗിഫ്റ്റൊക്കെ കൊടുത്തു. കേക്കൊക്കെ അവനും കഴിച്ചു. എല്ലാവരും കേക്ക് അവന് കൊടുത്തു. അക്കൂട്ടനാണെങ്കിൽ അയ്യോ ഇതെന്ത് സംഭവം, ആരും എനിക്കൊന്നും തരുന്നില്ലെന്നൊന്ന് സങ്കടത്തിൽ നോക്കിക്കൊണ്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇന്നലെ തന്നെ ഗിഫ്റ്റൊക്കെ പൊതിഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടി അതിൻ്റെ കൂടെ ഞാനൊരു ഡയറി മിൽക്ക് സിൽക്കും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മുട്ടായി കണ്ടപ്പോൾ പിന്നെ അവൻ ആരുടെ കയ്യിൽ നിന്നും ഗിഫ്റ്റൊന്നും വാങ്ങുന്നില്ല. എനിക്കത് വേണമെന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഒരു വിധത്തിൽ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് നമ്മൾ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു. നമുക്ക് പ്രത്യേകിച്ച് ഒരു തീമോ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. വെറുതെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തതാണ്. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടു എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇന്ന് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു കാര്യം നടന്നു. ഒരുപാട് സന്തോഷമായി, അതുപോലെ തന്നെ കുറച്ച് സങ്കടവും ഉണ്ടായിരുന്നു. നമ്മളൊട്ടും പ്രതീക്ഷിക്കുന്നില്ല. അച്ഛനിങ്ങനെ വീഡിയോ കോളൊക്കെ ചെയ്യുമ്പോൾ ടുട്ടുവിന് എപ്പോഴും വിമാനം കൊണ്ടുവരണം എന്ന് പറഞ്ഞാണ് അവൻ പൊതുവേ കരയാറുള്ളത്. അപ്പോൾ അവനോട് പറയും, ടുട്ടുവിൻ്റെ ഹാപ്പി ടു എന്നാണ് ടുട്ടു എപ്പോഴും പറയാറ്. ടുട്ടുവിൻ്റെ ഹാപ്പി ടുവിന് വണ്ടി കൊടുത്തു വിടണം എന്ന് എപ്പോഴും പറയാറുണ്ട്. തമാശയ്ക്ക് പറഞ്ഞതെന്നാണ് വിചാരിച്ചത്, പക്ഷേ ഇത് ശരിക്കും സർപ്രൈസ് ആയിപ്പോയി. നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവരും പുറത്തോട്ട് ഇറങ്ങിയ സമയത്താണ് വിനോദുമാനും അഭിച്ചേട്ടനും കൂടെ വന്നത്. അവർ രണ്ടുപേരുമാണ് അച്ഛൻ പറഞ്ഞിട്ട് ഫുൾ ഗിഫ്റ്റും കാര്യങ്ങളെല്ലാതും കൊണ്ടുവന്നത്. ഒരുപാട് ഹാപ്പിയെന്ന് പറഞ്ഞാൽ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞങ്ങളൊട്ടും പ്രതീക്ഷിച്ചില്ല, അമ്മയും അറിഞ്ഞില്ല, ആരും അറിഞ്ഞില്ല. എല്ലാവരും ഒരു സഡൻ മൊമെൻ്റ് ആയിരുന്നു. ഭയങ്കര ഷോക്കായിപ്പോയി. പെട്ടെന്ന് ഭയങ്കര സന്തോഷവും സങ്കടമൊക്കെ വന്നു.
ആദ്യം തന്നെ കൊണ്ടുവന്നത് വലിയ 2 ഫ്രെയിമുകളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ, ഫ്രെയിം നമ്മൾ ചെയ്യാൻ ഓൾറെഡി പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് വലിയ ഫ്രെയിം തന്നെ കിട്ടി. എല്ലാവരുടെ ഫോട്ടോയും ഉണ്ടായിരുന്നു. ടുട്ടുവിൻ്റെ കൂടെ എല്ലാവരും എടുത്ത ഫോട്ടോയും നമ്മുടെ എല്ലാവരുടെയും സിംഗിൾ പിക്കും ഉണ്ടായിരുന്നു. 3rd ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ടായിരുന്നു. നമുക്ക് കിട്ടിയ ഗിഫ്റ്റിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ട് ഇടാം. ഇതിൽ എല്ലാ ഗിഫ്റ്റുകളുടെയും കാര്യങ്ങളും രാത്രിയിലാണ്, പിന്നെ സിറ്റ് ഔട്ടിൽ നിന്നാണ് വീഡിയോ എടുത്തിട്ടുണ്ട്. അത്ര ക്ലാരിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ല. ടുട്ടുവിന് കിട്ടിയ എല്ലാ ഗിഫ്റ്റുകളുടെയും ഫോട്ടോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഓരോന്നായിട്ട് കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ ഇനി എപ്പോഴാണ് അപ്ലോഡ് ചെയ്യാമെന്നൊന്നും അറിയില്ല. അതിന് മുമ്പായിട്ട് നമ്മൾ 3 വെച്ച് അവൻ്റെ ഒരു ഫോട്ടോഷൂട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോയും കൂടെ അപ്ലോഡ് ചെയ്യണം. അതൊരു ഷോർട്സാണ്. അപ്പോൾ ഇതാണ് ആ ഫ്രെയിം. ഇതായിരുന്നു ഫസ്റ്റത്തെ ഫ്രെയിം. 2 ഫ്രെയിം ഉണ്ടായിരുന്നു. പെട്ടെന്ന് അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാണ് വന്നത്. പക്ഷെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അമ്മ കരഞ്ഞു കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഫസ്റ്റ് ഫ്രെയിം. 3rd ഹാപ്പി ബർത്ത്ഡേ ടുട്ടുമോൻ ആരുഷേവി എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ 2ാമത് ഒരു ഫ്രെയിമും കൂടെ എടുത്തുകൊണ്ട് വന്നു. അത് കഴിഞ്ഞ് ടുട്ടുവിന് വലിയൊരു വണ്ടി, ഫുൾ കാറിൻ്റെ ഡിക്കി നിറച്ച് സാധനങ്ങളാണെന്ന് പറഞ്ഞില്ല, അതുപോലെയായിരുന്നു. അവൻ്റെ ബർത്ത്ഡേ ആണ്, അവനായിരിക്കും സർപ്രൈസ് എന്ന് വിചാരിച്ചപ്പോൾ എനിക്കും അക്കുനും എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഭയങ്കര ഹാപ്പിയായി. 2 ഫ്രെയിമാണ് ഉണ്ടായിരുന്നത്. ഒന്ന് ടുട്ടുവിൻ്റെ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ എഴുതിയിട്ട്, പിന്നെ നോർമൽ 2 പിക്ക് വെച്ചിട്ടുള്ള ഒരു വലിയ ഫ്രെയിമും. പിന്നെ അക്കുവിന് വാക്കർ വാങ്ങണം എന്നിങ്ങനെ കുറേ നാളെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതും സഡൻ സർപ്രൈസായിട്ട് വന്നു. അങ്ങനെ അക്കുവിന് വാക്കർ, പിന്നെ ടുട്ടുവിനും ഒരു വണ്ടി, പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഡ്രസ്സ്. നമ്മളിങ്ങനെ അച്ഛനെ ഇവിടെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ കാഞ്ഞങ്ങാടൊക്കെ പോകുമ്പോൾ ഞാനൊരു ടെഡി ബിയറിൻ്റെ പ്രാന്തുള്ള വ്യക്തിയാണ്. അപ്പോൾ ഇങ്ങനെ പറയും ടെഡി ബിയറൊക്കെ വാങ്ങണമെന്ന്. പക്ഷേ ഇവിടെ ടെഡി ബിയർ ഉണ്ട് കുറേ, എല്ലാം ഭയങ്കര വലിപ്പമുള്ളതൊന്നുമല്ല, കുഞ്ഞതാണ്. പിന്നെ ഞാൻ കുറേ നാളായിട്ട് വാങ്ങാൻ വിചാരിച്ചിരിക്കുന്ന ഫെററോ റോഷറിൻ്റെ ചോക്ലേറ്റും കിട്ടി. അത് കിട്ടിയപ്പോൾ പിന്നെ ഒരുപാട് ഹാപ്പിയായി. ഏറ്റവും ലാസ്റ്റാണ് അൺഎക്സ്പെക്റ്റഡായിട്ട്, എല്ലാം അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു, ഒട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പോഴാണ് ലാസ്റ്റാണ് 3 വലിയ പാവകൾ കൊണ്ടിട്ടുള്ളത്. 3 അടിപൊളിയായിരുന്നു. അതിൽ എൻ്റേത് ഒരു യെല്ലോ കളർ പാവയാണ്, പിന്നെ വലിയ ഒരു റെഡ് കളർ ടെഡി ബിയറും, പിന്നെ ഒരു ക്രീം സാൻഡൽ കളർ ടൈപ്പ് വരുന്ന ഒരു ടെഡി ബിയറാണ് ഉണ്ടായിരുന്നത്. 3 അടിപൊളിയായിരുന്നു. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാവകൾ. എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയതിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സാധനം എന്ന് പറഞ്ഞാൽ പാവയാണ്. നമുക്ക് ഡ്രസ്സൊക്കെ കുറേ കിട്ടുന്നുണ്ടെങ്കിലും പാവയോടുള്ള ഒരു അഡിക്ഷൻ വേറെ തന്നെയാണ് കേട്ടോ. നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് സർപ്രൈസുകൾ കിട്ടും. അതൊക്കെ എപ്പോഴും ഒരു വാല്യുബിൾ ആയിട്ടുള്ള മൊമെൻറ്റ്സ് തന്നെയാണ്. പക്ഷേ അച്ഛനിപ്പോൾ ഇവിടെ ഉണ്ടായിട്ട് നേരിട്ട് സർപ്രൈസുകൾ തന്നിരുന്നെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ഇതിനേക്കാളും ഒരു ഹൈ ലെവൽ ഹാപ്പി ആയേനെ. എന്തായാലും 2 വർഷം കഴിഞ്ഞ് അച്ഛൻ എത്രയും പെട്ടെന്ന് വന്ന് നമുക്ക് വീണ്ടും ഇതുപോലെ ഗ്രാൻഡായിട്ട്, ഇതുപോലെയല്ല ഇതിലും ഗ്രാൻഡായിട്ട് നല്ലൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ചെയ്യാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് 10 മിനിറ്റുള്ള ഒരു വീഡിയോ ആണ്. ഞാൻ ആക്ച്വലി ആദ്യം 2 പാർട്ടായിട്ട് ചെയ്യാനാണ് വിചാരിച്ചത്. പക്ഷേ 2ാമത്തെ പാർട്ടിൽ ഉൾപ്പെടുത്താൻ അധികം വീഡിയോസും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഒറ്റ ക്ലിക്കിൽ തന്നെ എല്ലാതും ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാവരും കൊണ്ടുവന്ന ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കുമായിരുന്നു. റോക്കി ഉണ്ടായിരുന്നു. റോക്കി ആണെങ്കിൽ അന്ന് വൈകുന്നേരം തന്നെ വന്നു. അവൻ അന്ന് രാത്രി ഒരു 12 മണി 1 മണി വരെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. റോക്കി മാറിയതേ ഇല്ല. പിന്നെ പിള്ളേരെല്ലാവരും ഫുൾ റോക്കിയുടെ പുറകെ തന്നെയായിരുന്നു. അങ്ങനെ ചാരൂസും ടുട്ടൂസും കൂടെ വളരെ സാഹസപ്പെട്ട് ആ വണ്ടി പൊട്ടിച്ചെടുത്തു. പിന്നെ ഇവർ 2 പേരും കൂടി ഒരു യുദ്ധമായിരുന്നു. ഞാൻ വണ്ടി കയറും എന്ന് പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറേ സമയം സംസാരിച്ചിരുന്നു എല്ലാവരും കൂടെ. ലാസ്റ്റ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ട്, ഫുഡിന് നമ്മൾ വെള്ളയപ്പവും പിന്നെ ചിക്കൻ കറി അമ്മയോട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പായസവും വെച്ചിട്ടുണ്ടായിരുന്നു, വെള്ളയപ്പവും പിന്നെ പത്തലും നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതായിരുന്നു ഫുഡിന് നമ്മളെല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഫുഡിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അച്ഛൻ വീഡിയോ കോൾ വിളിക്കായിരുന്നു. എല്ലാവരും മാറി മാറി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതൊന്നും കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. അങ്ങനെ ടുട്ടു ആണെങ്കിൽ കിട്ടിയ പാടില്ല ആ വണ്ടിയിൽ കയറി ഇരിക്കാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. വിനോദമാമനാണെങ്കിൽ അതിൻ്റെ കവറ് മാറ്റിത്തരാം എന്നിട്ട് നീ ഇരുന്നോ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതൊന്നും കേൾക്കാനുള്ളൊരു ക്ഷമ ടുട്ടുവിന് തീരെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ടുട്ടു വേഗം തന്നെ വണ്ടിക്കകത്ത് കയറിയിരുന്നു അത് ഓടിച്ചുകൊണ്ടിരുന്നു കേട്ടോ. ടുട്ടുവിന് നമ്മൾ ബർത്ത്ഡേക്ക് 2 ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒന്ന് അവനിപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ഒരു ഹുഡിയാണ്, പിന്നെ വേറെ ഒരു പ്ലെയിൻ ഒരു പിസ്ത ഗ്രീൻ കളർ വരുന്ന ഒരു ടീഷർട്ടും കൂടെ ഉണ്ട്. നമ്മൾ 2 എണ്ണം ഇട്ടിട്ട് നമ്മുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടത് ഇതാണ് കേട്ടോ.
അപ്പോൾ രേഷ്മാൻറ്റി എൻ്റെ പാവക്കുട്ടീനെയും പിടിച്ച് അവിടെ നിൽക്കുമായിരുന്നു. എന്നെ വീഡിയോയിൽ എടുക്കല്ലേ എന്നൊക്കെ ആദ്യം പറഞ്ഞു. പക്ഷെ പാവേനും പിടിച്ചിരിക്കുമ്പോൾ രശ്മിനെ അറിഞ്ഞുകൂടിയില്ല കേട്ടോ. ഞാൻ വേഗം തന്നെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ എന്തായാലും നമ്മൾ വിചാരിച്ചതിനേക്കാളും അടിപൊളിയായിട്ട് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.